ഉണ്ണി വ്ളോഗ്സ് പാവം ജീവനോട് കൂടി ഉണ്ടോ ആവോ? എല്ലാവരും കൂടി ആ പാവത്തിനെ തല്ലിക്കൊല്ലരുതേ എന്നുള്ള റിക്വസ്റ്റോട് കൂടിയാണ് വീഡിയോ തുടങ്ങുന്നത്. പല രീതിയിലുള്ള മയിലാട്ടങ്ങൾ ഞങ്ങൾ കാണാറുണ്ട് ഈ മൂവി റിവ്യൂ ചെയ്യുന്ന സമയത്ത്. ഏത് പോസിറ്റീവ് പറഞ്ഞാൽ ഉള്ള ചക്കരക്കുടത്തിൽ തേനൊലിച്ചിങ്ങനെ കൈയിട്ട് വാരാൻ വരുന്ന മറ്റേ ഈച്ചകളെ പോലെ ഓടി വരും. ഇനി ഇല്ല പടം കണ്ടിട്ട് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ വാളും പരിചയും തോക്കും കൊടുത്തിട്ട് കൊല്ലാനും വരും. ഏത് ഇനി ഇതൊക്കെ പോട്ടെ, ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മൂവി റിവ്യൂ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് തേൻ കെണിയായിട്ട് പണം ഓഫർ ചെയ്ത് കുറെ ടീമുകൾ വരും. അപ്പൊ ഇങ്ങനത്തെ പല ലെവൽ ഓഫ് ഗിമിക്കുകൾ ഒരു മൂവി റിവ്യൂ ചെയ്യുന്ന ചാനൽ ചെയ്യുന്ന പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ സത്യം പറഞ്ഞ ഉണ്ണി വ്ളോഗിന്റെ വീഡിയോ കണ്ട സമയത്ത് ടൈം ട്രാവൽ ചെയ്ത് ബാക്കിക്ക് പോയി. ഉണ്ണി മൂന്തൻ എന്നെ വിളിച്ച ആ ഒരു സ്കീമൊക്കെ ഞാൻ അങ്ങനെ ഓർത്തു പോയി. ആക്ച്വലി നമുക്കൊക്കെ ഒരാഴ്ചയിൽ സിനിമ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പും സിനിമ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലെവലിൽ ഒന്നില്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ത്രെട്ടൻ ചെയ്യാൻ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ ചെയ്യാൻ പറ്റുമെന്ന് പണം ഓഫർ ചെയ്തിട്ടൊക്കെ പല രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജനങ്ങൾ കാണുന്ന, ഇപ്പോൾ ഞാൻ ഉണ്ണി മൂന്തൻ കേസാണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ ഉണ്ണി വ്ളോഗിനെ ഈ അബാം പ്രൊഡക്ഷൻസിൻ്റെ ആൾ വിളിച്ചതാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇത് ആക്ച്വലി നിങ്ങൾ കാണുന്നതിൻ്റെ ഒരു ചെറിയ സൈഡ് മാത്രമാണ്. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ മൂവി റിവ്യൂവേഴ്സ് കുറേ കാലമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ത്രെട്ടുകളാണെങ്കിലും ഇങ്ങനത്തെ എല്ലാ പരിപാടികളും. അപ്പോൾ കമ്മിങ് ടു ദിസ്, ബാഡ് ബോയ് സിനിമ ഇറങ്ങിയ സമയത്ത് ഈ സിനിമേൻ്റെ പ്രൊഡ്യൂസർ ഷീലു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പവർ ഗ്രൂപ്പിനെ കുറിച്ചിട്ട്. ടൊവിനോ, ആസിഫ് അലി, പെപ്പെ, പവർ ഗ്രൂപ്പ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇന്നലത്തെ കോളോട് കൂടിയിട്ട് ഏകദേശം ആളുകൾക്ക് വ്യക്തമായിട്ടുണ്ടാവില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഉണ്ണി ആദ്യം ബാഡ് ബോയ്സിന്റെ റിവ്യൂ ചെയ്യുന്നു. ആൻഡ് ബാഡ് ബോയ്സിന്റെ റിവ്യൂ ചെയ്യാണ്ടായിരുന്ന മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഡ് ബോയ് സിനിമ ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പ്രസന്റ് ചെയ്തു. കുറേ പേരൊന്നും കോക്ക്, ഉണ്ണി, ഷാസ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ ഷസാമും ചെയ്തു, ഉണ്ണിയും ചെയ്തിട്ടുണ്ടായിരുന്നു, കോക്ക് ഇപ്പോഴും ചെയ്തിട്ടില്ല. സോ പബ്ലിക്കിൻ്റെ ഈ ചോദ്യം ഇങ്ങനെ വന്ന സമയത്ത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് പടത്തിൻ്റെ ആ ഒരു ഒപ്പീനിയൻ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണി വീഡിയോ ഇടുന്നത്. ആ വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ വീഡിയോയ്ക്ക് ഒരു 10,000 വ്യൂസ് പോലും കയറുന്നതിന് മുമ്പാണ് പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്ന് ഈ കോള് വരുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കിതിന് മുമ്പ് ഇങ്ങനത്തെ എൻകൗണ്ടേഴ്സ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ വിളിക്കുന്ന ഏതൊരു പ്രൊഡ്യൂസറെയും ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറൊരു വ്യക്തി ഈ പ്രൊഡ്യൂസർക്കോ ഈ നടനോ ഇട്ട് കൊടുക്കുകയാണ്, നീ അഭിനയിച്ച സിനിമയെ കുറിച്ചിട്ട്, നിങ്ങളെടുത്ത ഈ ഒരു പടത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരുത്തൻ ഇരുന്ന് മോശം പറയുന്നു, അവൻ്റെ നമ്പർ ഇതാ, വിളിച്ചോ തെറി പറഞ്ഞു. സത്യത്തിൽ ഇവർക്ക് ഈ ഒരു റിവ്യൂ കണ്ടു കാണില്ല, നമ്മുടെ ഒപ്പീനിയനോ പെർസ്പെക്റ്റീവോ അവർ കേട്ട് കാണില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം മുറിച്ച് വരെ മുന്നിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് വിളി അവനെ കൊടുക്കവന്, ഇവരിങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങും മയിലാട്ടം. ഈ പരിപാടിയാണ് ആക്ച്വലി ഒരു 99 കോളിന്റെ ബാക്കിൽ നടന്നുകൊണ്ട് 99% കോളിന്റെ ബാക്കിൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഉണ്ണി വ്ളോഗിനെ വിളിച്ച ആ കോളിൽ ഈ വ്യക്തി എന്തൊക്കെ പറയുന്നു എന്ന് നോക്കാം. ഉണ്ണി ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ്സ് എ വാട്സാപ്പ് കോൾ. ആ കോള് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റിംഗ് ഇൻ ദ വിത്ത് ദ കോൺസെന്റ് ഓഫ് ദി അതർ പാർട്ടി. ഓക്കെ, ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. ഉണ്ണി ജീവനോട് കൂടി ഉണ്ടാവില്ലല്ലേ, പോലീസിനെ കൂട്ടി പോവില്ല, ഈ ആളെ കൂട്ടി പോകുന്ന പറഞ്ഞ. ഉണ്ണി സേഫ് ആണോടാ? ഹലോ ഹലോ. ആ ഹലോ, തന്റെ പേര് ഉണ്ണി വ്ളോഗ് എന്നാണോ? അതെ. എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. ആ അബാ മൂവീസ് പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. ആ ഹാ 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 പറയൂ. ആ, താനിപ്പോ ഒരു വീഡിയോ ഇട്ടല്ലോ, ഇട്ടില്ലേ? ആ വീഡിയോ തന്നെ 1 മണിക്കൂർ ഇപ്പം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ പരിപാടി പോലെ നിന്റെ വീഡിയോ ആളിനെ കൊണ്ടുവരും, ഞാൻ പോലീസിനെ കൊണ്ടുവരും, എന്നിട്ട് ഞാൻ പിടിച്ച് തൂക്കി എടുത്തോണ്ട് പോരും. മനസ്സിലായോ? അയ്യോ, ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും കൂടെ പോരാൻ വേണ്ടിയിട്ട് കേരള പോലീസ് ഇങ്ങനെ വീട്ടിലെന്തോ വളർത്തുന്ന ഞാൻ പറയണില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പണം മുടക്കി പടം എടുത്തൊരു പ്രൊഡ്യൂസർ ഇങ്ങേരോട് ആരെങ്കിലും പോയി പറഞ്ഞു കാണും, ചേട്ടൻ്റെ സിനിമയെ കുറിച്ചിട്ട് ഇതാ ഒരുത്തം വന്നിരുന്ന് പറയും. ഏത് അപ്പൊ അങ്ങോട്ട് ഇളകും, അയ്യോ എൻ്റെ പടത്തിനെ കുറിച്ചിട്ടോ. ആ ഒരു സ്കീമിലേക്കാണ് കാര്യങ്ങൾ പോകുക. പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ ARM കിഷ്കിന്ദ കാണ്ടൊക്കെ അത്യാവശ്യത്തിലേറെ ആളുകളിലേക്ക് എത്തിത്തുടങ്ങി, ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കിടിലനായിട്ട് പോകുന്നു. അപ്പം ആ ഒരു സിറ്റുവേഷനകത്ത്
എന്താണെങ്കിലും ഈ പടത്തിന് ഇനി ഈ ഒരു റിവ്യൂ കാരണം എന്തെങ്കിലും ആയി പോകുന്നുള്ളൊരു പേടിയും കാണും മിക്കവാറും ഇയാൾക്ക്. അതുകൊണ്ടാണ് ഈ ഭീഷണിയുടെ സ്വരം മുടക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത് എന്തിന്റെ പേരിൽ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ല. എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. നീ ഇട്ട വീഡിയോ ഇപ്പൊ 1 മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം അറിയും ഞാൻ ആരാണെന്ന്. അല്ല, അതിന്റെ കാരണം എന്താന്ന് പറയൂ. ഇത് നിനക്ക് തരുന്ന താക്കീതാണ്. എന്നോട് മനസ്സിലാക്കല്ലോ. അല്ല, ഇതിന്റെ കാരണം എന്താണ്? നീ ഇപ്പൊ ഇട്ട വീഡിയോ എന്നാണ് ഇപ്പൊ ഇട്ട വീഡിയോ നീ എന്നെ ഒരാഴ്ചയാണ് നീ എന്നാ ഉണ്ടാക്കുമായിരുന്നു. നീ ഇപ്പൊ നീ ഇട്ട വീഡിയോ എന്നാ ഇട്ട നീ എന്റെ പടത്തിനെ പറ്റി. പടം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, അത് ഞാൻ പറഞ്ഞു. പടം മോശമായിട്ടാണ് നിനക്ക് ഫീൽ ചെയ്തോ? നിനക്ക് ഇത്ര നേരം ഫീൽ ചെയ്തില്ലായിരുന്നു. നിന്റെ ഫീൽ ചെയ്യാൻ മാറ്റി തരാം ഞാൻ നാളെ രാവിലെ. അല്ല, എനിക്ക് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ മിസ്റ്റർ ബ്ലോഗ് നാളെ രാവിലെ നിന്റെ അധോഗതിയായിരിക്കും. നിന്നോട് ഇപ്പൊ ഞാൻ പറയുകയാണ്. അല്ല, അതിന്റെ കാരണം എന്താന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. നിനക്ക് തോന്നുന്ന എഴുതിയാണ്ടാ ഞാൻ കൊടുക്കണ രൂപ മുടക്കുന്നേ. നിനക്ക് ഏത് ഗവൺമെന്റ് ഇത് നിനക്ക് പെർമിഷൻ തന്നിട്ടുള്ളേ? എനിക്ക് എന്റെ ഗവൺമെന്റ് പെർമിഷൻ തന്നിട്ടുള്ളതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് നാളെ രാവിലെ ഞാൻ ഗവൺമെന്റ് പെർമിഷൻ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായല്ലോ? അതെന്താന്ന് ഞാൻ ചോദിക്കുന്നത്. നാളെ രാവിലെ നിന്റെ വീട്ടിൽ ഞാൻ ആളിനെ കൊണ്ടുവരാം, പോലീസിനെ കൊണ്ടുവരാം. അപ്പൊ നീ പെർമിഷൻ കാണിച്ചു. പോലീസിനല്ലേ കൊണ്ടുവരുള്ളൂ? അല്ല, പോലീസിനെ അല്ല, ഞാൻ ആരെ കൊണ്ട് നിനക്ക് എന്നാ കാണിച്ചു തരാം. അതായത് ഇങ്ങേർക്ക് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള വികാരം പൊട്ടിയൊലിച്ചോട്ടെ, ഓക്കെ. പക്ഷെ ഒരു പ്രൊഡ്യൂസറോ ഒരു ഡയറക്ടറോ ഒരു നടനോ ഒരു സിനിമ എടുക്കുന്ന ഒരു ടീം, ഈ സിനിമ ഞങ്ങൾ കോടികൾ മുടക്കിയെടുക്കുന്നു, ഇതിന് നിങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് ഈ കോടികൾ തിരിച്ചു തരാൻ പാകത്തിന് നിങ്ങൾ ഒപ്പീനിയൻ തരണം. അല്ലെങ്കിൽ ആളുകൾ കാണുന്ന ജനങ്ങളൊക്കെ ഇതിന് നല്ലത് പറയണം. എല്ലാവരും തിയേറ്ററിൽ കയറി ഞങ്ങൾ പടം കാണണം. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്തു വെച്ച വർക്കിൻ്റെ മുകളിലാണ്, അല്ലേ? ഇത് അതിന് പകരം ഞാൻ പറഞ്ഞല്ലോ, ഒരു പഴയ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. ഞങ്ങൾ സിനിമാക്കാരാണ്, ഞങ്ങളെന്തോ വലിയ സെറ്റപ്പാണ്, ഞങ്ങളെല്ലാവരും പേടിക്കണം, ഞങ്ങളെല്ലാവരും ബഹുമാനിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇപ്പോഴത്തെ സിനിമ ടീം ഇറങ്ങിക്കഴിഞ്ഞാൽ, നടനോ നടിയോ ഇനി ഏതൊരു ടെക്നീഷ്യനോ ആരോ സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരാളോ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാലമൊക്കെ പോയിട്ടുണ്ട്. നല്ല പ്രൊഡക്റ്റ് ആളുകളിലേക്ക് കൊടുക്കുക, ആളുകളെ വ്യൂവേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ പേഴ്സ്പെക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ റെസ്പെക്റ്റ് ചെയ്യുക. എടുത്തൊരു സാധനം പാളിപ്പോയാൽ അത് ആക്സെപ്റ്റ് ചെയ്ത് അടുത്ത വർക്ക് അടിപൊളിയാക്കാൻ നോക്കുക. ഇതേ നടക്കൂ. അല്ലാതെ മാടമ്പി പരിപാടി ഞാൻ ഇടും, തിയേറ്ററിലൊരു സാധനം കൊണ്ടുവന്ന് ഞാൻ കോടികൾ മുടക്കി ഇടും, ആ കോടികൾ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. ഞാൻ കോടികൾ മുടക്കിയ സാധനത്തിന് നിങ്ങൾ എന്ത് പറയരുത്, മോശം പറയരുത്. ഈ മെൻറ്റാലിറ്റി ഉള്ള കുറേ ആളുകൾ ഇൻഡസ്ട്രിക്കകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇൻഡസ്ട്രിക്കകത്ത് ഒരു ക്വാളിറ്റി മാറില്ലടേ പടത്തിൻ്റെ ഒന്നും. മനസ്സിലായോ? ഒരു ക്വാളിറ്റി എപ്പോഴും മാറ്റം, അല്ലെങ്കിൽ എപ്പോഴും സിനിമ ഫീൽഡിനകത്ത് അല്ലെങ്കിൽ സിനിമയ്ക്ക് എപ്പോഴും മാറ്റം സംഭവിക്കും. അവിടെ പ്രേക്ഷകർക്കൊത്ത് സിനിമ, പ്രേക്ഷകരുടെ എക്സ്പെക്റ്റേഷൻ്റെ മുകളിൽ സിനിമ പോകുമ്പോഴാണ് ഒരു പടമാവുന്നത്. ഇപ്പം കിഷ്കിന്താകാന്ഡം എന്ന് പറഞ്ഞ മൂവി കാണുന്ന പ്രേക്ഷകൻ്റെ എക്സ്പെക്റ്റേഷനും അവൻ്റെ ആ ഒരു വ്യൂവർഷിപ്പ് വാല്യൂവിൻ്റെ ഒക്കെ മുകളിലൊരു ടോപ്പ് നോച്ച് സാധനം വരുന്നത് കൊണ്ടാണ് അതിന് ഇത്രത്തോളം ആക്സെപ്റ്റൻസി കിട്ടുന്നത്. അല്ലാത്ത പക്ഷം ഒരു കൊമേഴ്ഷ്യൽ സാധനം എടുത്തു വെച്ചിട്ട് അത് പാട്ട്, ഡാൻസ്, ഫൺ എലമെന്റ്, അത് വളരെ ബേസ് ലെവൽ സിനിമ എടുത്തു വെച്ചിട്ട് ഇത് ഞാൻ കോടികൾ ഉണക്കിയതാണ്, ഇതിന് മിക്സഡ് റിവ്യൂ ആരും ഒപ്പീനിയൻ ആരും പറയരുത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഞാൻ പടം ഇറക്കിയാൽ എൻ്റെ പടത്തിനെ കുറിച്ച് നല്ലത് മാത്രം പറയണം എന്നാണെന്നുണ്ടെങ്കിൽ ഈ വിളിച്ച വ്യക്തിയുടെ വീട്ടിലാരെങ്കിലും എഴുതി വെക്കേണ്ടിയിരുന്നു ഈ ഭരണഘടന, അല്ലെങ്കിൽ ഇയാൾ എഴുതി വെക്കേണ്ടിയിരുന്നു ഈ ഭരണഘടന. മനസ്സിലായോ? അല്ല, ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വിളിച്ച വ്യക്തിയോട് ഭയങ്കര സിമ്പത്തിയാണ് തോന്നുന്നത്. ഫീലിംഗ് സോറി ഫോർ ഹിം. ബിക്കോസ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് യു മേക്ക് ഷുവർ നിങ്ങളൊരു എന്താ പറയുക ഇമോഷൻ്റെ പുറത്ത് ഇങ്ങനത്തെ കോളുകൾ വിളിക്കാതിരിക്കുക. ഓക്കെ, സംഗതി നിങ്ങളുടെ പ്രൊഡക്റ്റാണ്, നിങ്ങളുടെ സിനിമയാണ്. ആരെങ്കിലുമൊക്കെ അതിനെക്കുറിച്ചിട്ടൊരു മോശം പറയുമ്പോൾ നിങ്ങൾക്ക് ഹേർട്ട് ചെയ്യും. പക്ഷെ ആ ഹേർട്ട് ചെയ്തതും മനസ്സിൽ വെച്ച് ഒറ്റയടിക്ക് ചാടി ഇറങ്ങി ഞാൻ ഇപ്പം റെഡിയാക്കി തരാമെന്ന് പറയുമ്പോൾ നിങ്ങളാക്കി ആരോ സ്ക്രൂ ഗേറ്റ് വിടുകയാണ്. ഇനി സത്യം പറയും മനുഷ്യരോട്, ഈ വിളിച്ച മനുഷ്യനോട് ഭയങ്കര സിമ്പതിയാണ് തോന്നുന്നത്. കാരണം അറിയില്ലേ, ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളുകളെ വിളിച്ചാൽ പല ത്രെട്ടും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ആരാണെങ്കിലും ആ കോൾ റെക്കോർഡ് ചെയ്യും. ഇത് ഈ വീഡിയോൻ്റെ അവസാനത്തേക്ക് ഇങ്ങേര് പറയുന്നുണ്ട്, നീ ഇട്ടോ, നീ തമ്മിലൊരു പ്രശ്നമില്ല, ഇട്ടോ. മനസ്സിലായ? ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു കോളിന് എടുക്കാൻ പറ്റും.
ഈ ഉണ്ണി വ്ളോഗിനെ വിളിച്ച് ഈ ഒരു കോളിനകത്ത് ഈ പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, നീ എഴുതിയിട്ടില്ലടാ. അപ്പോൾ ഇങ്ങേർക്ക് ഇത് എഴുതിയിട്ടതാണോ വീഡിയോ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല, ആരെങ്കിലും പറഞ്ഞു കൊടുത്താണോ നമുക്കറിയാൻ പാടില്ല. എന്താണെന്നുണ്ടെങ്കിലും അങ്ങേരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മോശം പറഞ്ഞത് ഇവനാണ്. ഇവൻ സ്ഥിരം ഉണ്ണിക്ക് അങ്ങനെ ഒരു ലേബിൾ ഇവർ കൊടുത്തു കാണും. കാരണം ഉണ്ണിക്ക് കുറച്ച് അധികം കോളുകൾ വരാറുണ്ട് ഇതേപോലെ. ഉണ്ണിക്ക് മിക്കവാറും അങ്ങനെ ഒരു ലേബിൾ സിനിമാക്കാർ കൊടുത്തു കാണും. ഉണ്ണി വ്ളോഗിനെ വിളിക്കാം, ഉണ്ണി വ്ളോഗിനെ ത്രെട്ട് ചെയ്യാം. മനസ്സിലായോ? ഇനി ഇതിനകത്തും ഒരു പ്രൊമോഷൻ ഉണ്ട്. ഈ ഉണ്ണി വ്ളോഗിനെ വിളിച്ചപ്പോൾ ബാഡ് ബോയ്സിൻ്റെ റിവ്യൂ ഉണ്ണി വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ണിക്കും നമുക്കും ഒക്കെ അറിയാം അതിനൊരു ഇത്ര ഒരു ആവറേജ് വ്യൂവർഷിപ്പേ ഉള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ ഈ പ്രൊഡ്യൂസറെ കയറ്റിയിട്ട് ആരെങ്കിലും വിളിപ്പിച്ചതോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറായിട്ട് വിളിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ച് ഈ സാധനം പറയുമ്പോഴും ഇത് ബാഡ് ബോയ്സിൻ്റെ മൂവി റിവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ബാഡ് ബോയ്സ് എന്നുള്ള പേര് വീണ്ടും വീണ്ടും സ്ട്രെസ്സാവും. സിനിമാക്കാരെ സൈഡിൽ നിന്ന് അവരിത് കേസായിട്ട് പോകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഉണ്ണിക്ക് ഇപ്പോൾ അയാൾ പറഞ്ഞത് വീട്ടിലേക്ക് പോലീസായിട്ട് വരുന്നതാണ്, ലാസ്റ്റിലേക്ക് പറയുന്നത് ഞാനും ഈ തമ്മിലൊരു കുഴപ്പമില്ല, സാധനം ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ മതി എന്നൊക്കെയാണ് ആ ഓഡിയോനകത്ത് അങ്ങേര് പറയുന്ന കോൺവെർസേഷനിൽ. ബേസിക്കലി ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം, ഈ വീഡിയോ കത്തുന്നു, എന്നെപ്പോലുള്ള ചാനലോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ട്രോളന്മാരോ അങ്ങനെ ഒരുപാട് പേര് ഇതിനൊരു ഒപ്പീനിയൻ പറയും. ഇതൊരു ഡിസ്കഷൻ ആവും. ഇപ്പോൾ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ഇത് ഡിസ്കഷൻ ആവും, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് ഡിസ്കഷൻ ആവും. വീണ്ടും വീണ്ടും ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ പേര് ഇങ്ങനെ വരും. ഏതാ സിനിമ? ബാഡ് ബോയ്സ്. ഏതാ സിനിമ? ബാഡ് ബോയ്സ്. ഏത് സിനിമേൻ്റെ പ്രൊഡ്യൂസറാണ്? ബാഡ് ബോയ്സിൻ്റെ. എന്നാ പാടൊന്ന് കാണണമല്ലോ. 1% എങ്കിലും ആളുകൾ ഇതുകൊണ്ട് എക്സ്ട്രാ തിയേറ്ററിലേക്ക് എത്തിയാലോ? എത്തിക്കാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ അതിന് ഉണ്ണിയെ എന്ത് ചെയ്തു? ഒരു കരുവാക്കി അവിടെ വെച്ചു. ഉണ്ണി റിവ്യൂ ഇട്ട് ഉണ്ണീനെ ഒരു കരുവാക്കി അവിടെ വെച്ചു. എന്നിട്ട് ഉണ്ണീനെ വിളിച്ചു. നോക്കുമ്പോൾ ഉണ്ണിക്ക് ഇതിൻ്റെ മുമ്പും പ്രീവിയസ്ലി ഇങ്ങനത്തെ കോളുകൾ വന്നിട്ടുണ്ട്. അത് ഉണ്ണി വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ കേസായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴത്തെ ഇവിടുത്തെ സാഹചര്യത്തിൽ മലയാള സിനിമ എന്ന് പറയുമ്പോൾ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം, ഇതുവരെയായിട്ട് മലയാളികൾ കാണാത്ത രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റോ ഒരു പെർഫോമൻസോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ മലയാളികൾ ആക്സെപ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ റെഗുലർ ഫോർമാറ്റ്, ബട്ട് ആ ഫോർമാറ്റിനകത്തും ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു കഥ വേണം. മനസ്സിലായോ? ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഒരു ഫാമിലി സ്റ്റോറി ആയിക്കോട്ടെ, ഒരു ഹൊറർ ആയിക്കോട്ടെ, ഒരു ത്രില്ലർ ആയിക്കോട്ടെ, ഒരു സെൻറ്റിമെൻ്റൽ സാധനം ആയിക്കോട്ടെ, അതൊരു റെഗുലർ സാധനമാണെങ്കിലും ഒന്നില്ലെങ്കിൽ അതിനകത്തുള്ള ഒരു പെർഫോമൻസ്, നടൻ്റെയോ നടിയുടെയോ പെർഫോമൻസ്, അല്ലെങ്കിൽ അത് ആ ഒരു സിനിമ എടുത്തു വെച്ചൊരു രീതി, ഇതൊക്കെ ഒരു യുണീക്നെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ആക്സെപ്റ്റൻസ് വരുന്നത്. ഇല്ലെങ്കിൽ പക്ക യൂത്ത് പടങ്ങൾ കുറേ, അത് ഫ്രഷ് ഫേസസ് വെച്ചിട്ട് ചെറിയ ബഡ്ജറ്റിൽ വരുന്ന കുറേ യൂത്ത് സാധനങ്ങൾ, അതും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ജനങ്ങൾ. അത് ഫാമിലി ക്രൗഡും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, യൂത്തും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ മൾട്ടി സ്റ്റാറർ സിനിമകൾ 2, 3, 4 സ്റ്റാറുകളെ കൊണ്ടുവന്ന് വെച്ച് പാൻ ഇന്ത്യൻ ലെവലിലൊരു പടം എടുക്കുക. പാൻ ഇന്ത്യൻ പടങ്ങൾ എടുക്കുമ്പോഴേ ശ്രദ്ധിക്കണം, ബോംബാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഹിറ്റായാൽ നല്ല കിട്ടലാണ്. പിന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഭയങ്കര പാടാണ് താനും. കാരണം മലയാളി ക്രൗഡ് തമിഴും കാണും, കന്നഡയും കാണും, എല്ലാം കാണും. എല്ലാം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സാധനമാണെങ്കിൽ ഓടും. ഈ കൂട്ടത്തിൽ മലയാളത്തിൽ നിന്നൊരു സാധനം ഇറക്കി മലയാളി ക്രൗഡിനെ കൺവിൻസ് ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിക്കുക, പിന്നെ മൗത്ത് പബ്ലിസിറ്റി ഈ സാധനം വളരുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഇതേപോലുള്ള വള്ളികൾ കയറി പിടിക്കാതിരിക്കുക. പ്രത്യേകിച്ച് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിനോടൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളെ പിരികേറ്റി തരാൻ കുറേ പേര് കാണും. ചുമ്മാ ഇങ്ങനത്തെ അലമ്പ് പരിപാടികളിൽ പോയിട്ട് വീഴാതിരിക്കുക. ലാസ്റ്റ് ഇത് ചെയ്തതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് വേണ്ടിയിരുന്നില്ല. ഒരു 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 മിനിറ്റിലൊരു പോയിന്റിൽ ചിലപ്പോൾ ആരെങ്കിലും വന്ന് പിരികേറ്റി തരുമ്പോൾ എന്നാൽ പിന്നെ അവനെ വിളിച്ച് 10 പറയാം. വാട്സാപ്പ് കോൾ വിളിച്ചാൽ റെക്കോർഡാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാവും വാട്സാപ്പിലൊക്കെ വിളിക്കുന്നത്. പക്ഷേ ഈ സാധനം വേറെ ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്തുകൂടെ? സിമ്പിളല്ലേ പരിപാടി? ഇതേപോലെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ വെച്ച് എടുത്താൽ പോരെ. എന്നിട്ട് ലാസ്റ്റിക്ക് എന്നാ ഇട്ടോ, എനിക്ക് അവിടെയാണ് എന്നാ ഇട്ടോ. ഒന്നില്ലെങ്കിൽ ഇമോഷനെ കൊള്ളുന്നവന് ഇട്ടോ എന്ന് പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ ഇട്ടോ 10 പ്രൊമോഷൻ ഇതിന് ബാഡ് ബോയ്സിന് ആയിക്കോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിലും ആവാം. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഉണ്ണിയാണെങ്കിലും ഞാനാണെങ്കിലും ഷാസാണെങ്കിലും കോക്കാണെങ്കിലും ആരാണെങ്കിലും നമ്മളൊരു സിനിമ കണ്ട് അതിൻ്റെ ഒപ്പീനിയൻ പറയുമ്പോൾ അത് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഓക്കെ, ഞാൻ എന്ന വ്യക്തിയുടെ ഒപ്പീനിയനാണ്. അതിനോട് യോജിക്കുന്നവരും കാണും, യോജിക്കാത്ത ആളുകളും കാണും. മനസ്സിലായോ? ഓരോരുത്തരുടെ ടേസ്റ്റ് വേറെ വേറെ ആയിരിക്കും.
എനിക്കിപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ബിരിയാണി തിന്നണം തോന്നി, ഞാൻ ബിരിയാണി കഴിച്ചു. എൻ്റെ ഒപ്പമുള്ളവർക്കും ബിരിയാണി തിന്നണം തോന്നി, അവരും കഴിച്ചു. എനിക്ക് ചിലപ്പോൾ ബിരിയാണി അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല, പക്ഷെ ഒപ്പമുള്ളവർക്ക് തോന്നി എന്ന് വിചാരിച്ചോ. അപ്പോൾ അത് നിങ്ങളെങ്ങനെ അത് കാണും? അപ്പോൾ അത് നിങ്ങൾ തന്നെ കാണണം. ഞാൻ പറയുമ്പോൾ മൂവി റിവ്യൂ നിങ്ങൾ കണ്ടോ, ഞാൻ അങ്ങനെ മൂവി റിവ്യൂ നിങ്ങൾ കണ്ടോ, പക്ഷെ നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊരു ഒപ്പീനിയനും കൂടി വേണം. ഓക്കെ, കാണുന്ന വ്യൂവേഴ്സ് നിങ്ങൾക്കൊരു പേഴ്സണൽ ഒപ്പീനിയനും കൂടി വേണം. പിന്നെ മൂവി റിവ്യൂ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾക്ക് ഇപ്പോൾ മെജോറിറ്റി ക്രൗഡിനൊരു പടം ഇഷ്ടമായില്ല, ചിലപ്പോൾ ഒരു മൂവി റിവ്യൂറിനൊരു പടം ഇഷ്ടമായി, അത് വിചാരിച്ചിട്ട് അയാൾ ആ സിനിമേൻ്റെ സിനിമാക്കാരിൽ നിന്ന് പൈസ കൊടുത്ത് ചെയ്യുന്നതായിരിക്കില്ല, ആവില്ല, അങ്ങനെ ചെയ്യുന്നവരില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് മീം ട്രോൾ പേജുകളുടെയൊക്കെ ഒരു സാധനം വരും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂവി കാണുമ്പോൾ ഇനി അത് ശ്രദ്ധിക്കണം. താങ്ക് യു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവിടെ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ സോഷ്യൽ മീഡിയ സാധനങ്ങൾ വരും. അപ്പം അങ്ങനത്തെ പേജുകളിലാണ് ഇതിൻ്റെ പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളും പോകുന്നത്. അല്ല നമ്മുടെയൊക്കെ റിവ്യൂസിനകത്തല്ല ഈ സംഗതി വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളാരും മനഃപൂർവ്വം സിനിമേനെ തകർക്കണം ചതിക്കണം എന്നൊന്നും പറയണമെന്നില്ല. നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കരുത്, നല്ല നല്ല ക്വാളിറ്റിയുള്ള സിനിമ വരണം, നമ്മളെ റിവ്യൂ കാരണം ഒന്നും പറ്റരുത്. ഇപ്പം ഈ റിവ്യൂവിന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബാഡ് ബോയ്സ് അവർ കണ്ടിട്ട് ഇത്ര ഡേയ്സ് കഴിഞ്ഞിട്ട്, അതാണല്ലോ സാധാരണ പറയല്, സിനിമ ഇറങ്ങി ഇത്ര ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ ഇട്ടാൽ മതി. ഉണ്ണിയോ കോക്കോ റിവ്യൂ ഇട്ടാൽ എന്താ പ്രശ്നം? ഉണ്ണിയോ ഷാസോ റിവ്യൂ ഇട്ടാൽ എന്താ പ്രശ്നം? ഇത്ര ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇടേ. ഇപ്പം അത്ര ദിവസം കഴിഞ്ഞ് റിവ്യൂ ഇട്ടതിനും മറ്റേ ഇടിക്കും കൊല്ലും കുത്തും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നതാണോ? ഞാൻ അവിടെയൊക്കെയാണ് ഇതിൽ കൺഫ്യൂസ്ഡ് ആയത്. അതായത് ഈ പ്രൊഡ്യൂസറെ ചുമ്മാ പിരികേറ്റി വിട്ട് അങ്ങനെ പെടുത്തിയതാണോ എന്നാണ് എൻ്റെ സംശയം. വികാരം മൂത്ത് ഇൻ്റെ കോടിക്കണക്കിന് രൂപ. ഇനിയിപ്പോൾ പ്രൊഡ്യൂസറിനെ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. നടനോ പ്രൊഡ്യൂസറോ സിനിമക്കാരോ എൻ്റെ കോടി, ഈ കോടി മുടക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളാണ്. ജനങ്ങളെ പൾസ് മനസ്സിലാക്കി കോടി മുടക്കുന്നത് വേർത്തിയായിട്ട് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള മാർക്കറ്റ് സ്റ്റഡി നിങ്ങൾ നടത്തണം. ഞാൻ പറയുമ്പോൾ സിനിമാക്കാർ അങ്ങനെ ഒരു വിങ്ങിനെ വെക്കുക ഒരു സിനിമയ്ക്ക്, ടു സ്റ്റഡി ദ മാർക്കറ്റ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, ആ തീരുമാനിക്കുന്ന പ്രൊഡക്റ്റ് ഏത് ടൈമിൽ ഏത് വർഷം പുറത്തു വരും, അന്ന് ഈ പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ടാവുമോ, ക്വാളിറ്റി ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതിനൊക്കെ ഒരു സ്റ്റഡി നടത്താൻ ഒരു ടീമിനെ വയ്ക്കുക. എന്നിട്ട് സിനിമ ഇനി അങ്ങനെയൊക്കെ സിനിമയ്ക്ക് രക്ഷപ്പെടാൻ പറ്റും. പണ്ടത്തെ പോലെ ഓണമാണ് വിഷുവാണ്, 2 പാട്ട് 4 ഇടി 10 ചളി, ഒരു 4 ഐറ്റം ഡാൻസ്, ഒരു നായകൻ, കുറച്ച് കളർ ബോംബ്, നടക്കൂല, പാടാണ്. ബാലയ്യ മോഡൽ സാധനങ്ങൾ സീനാണ് ഇനി മുതൽ, മനസ്സിലായ? അപ്പോൾ ദയവ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉണ്ടാക്കുക, അത് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല അപ്രിസിയേഷൻ കിട്ടും. ഇനി അല്ല, നിങ്ങളെ പ്രൊഡക്റ്റിന് ആരെങ്കിലും മോശം പറഞ്ഞു, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അടുത്ത പടം ക്വാളിറ്റിയിൽ എടുത്ത് അവരെ കൊണ്ട് തിരിച്ച് പറയിപ്പിച്ച് കയ്യടി മേടിക്കണം. അല്ലാതെ അവരെ വീട്ടിൽ പോയിട്ട് മയിലാട്ടാണെന്ന് നിന്നതിൻ്റെ കാര്യമുണ്ടോ? മണ്ടത്തരം എന്നല്ലാതെ എന്ത് പറയൂടെ ഇതിനൊക്കെ.